2024 ലൂക്കിന് ഒരു തവണ ഞങ്ങൾ അഡിനോയിഡിൻ്റെ സർജറി ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോഴേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് അവന് 4 വയസ്സായിരുന്നു. അപ്പോഴേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 അല്ലെങ്കിൽ 8 വയസ്സൊക്കെ ആകുമ്പോൾ പിന്നീടും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് അതിൻ്റെ സിംറ്റംസ് ഒക്കെ അവനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. കാരണം 6 വയസ്സാകാറ് പോയി. അപ്പോൾ ഞങ്ങൾ നല്ല ടെൻഷൻ ആയതുകൊണ്ട് ഒന്നും കൂടെ കൊണ്ട് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യുമോ അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്ത് മാറ്റാൻ തോന്നും. അതിന് മുമ്പ് തന്നെ ഡോക്ടർ മെഡിസിൻ അത് സ്പ്രേ തന്നിട്ടുണ്ടായിരുന്നു. അത് അടിച്ച് നോക്ക്, നിങ്ങൾ മാറുകയാണെങ്കിൽ നമുക്ക് പിന്നെ സർജറിയുടെ ആവശ്യമില്ലല്ലോ എന്ന്. ഞങ്ങൾ അങ്ങനെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പോണ വഴിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ എക്സ്റേ എടുക്കാൻ നിന്നപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് എക്സ്റേ എടുക്കാൻ നിന്നപ്പോൾ എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടറെ വന്നപ്പോൾ പീഡിയാട്രിഷ്യനായിട്ട് ആദ്യം കാണിച്ചത്. പീഡിയാട്രിഷ്യനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിലെന്തോ ഒരു കാണുന്നുണ്ട്, എനിക്ക് ക്ലിയർ അല്ല, കാരണം ENT-ക്കാണല്ലോ ഇത് കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ENT-നെയും കൂടി കാണിച്ചിട്ട് എന്നെ വന്ന് വിവരം അറിയിക്കുന്നു. ഞാൻ പിന്നെ 100% ഉറപ്പിച്ചായിരുന്നു ഇവൻ എന്തായാലും അഡിനോയിഡ് ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെതായിട്ടുള്ള എല്ലാ സിംറ്റംസും ഉണ്ട്. 3.5 മാസമായ ആൾക്ക് ജലദോഷം തുടങ്ങിയിട്ട് ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ENT-നെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പിയും കൂടെ ചെയ്യണം, എന്നാലേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ശരിക്കും പേടിച്ചു. അങ്ങനെ എൻഡോസ്കോപ്പിക്കൊക്കെ കയറ്റി എല്ലാം ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തോ ഒരു ഇൻഫെക്ഷൻ കാരണമാണ് ഈ ജലദോഷം ഇങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു. സന്തോഷമായി. ഓൾറെഡി അവന് സംസാരിക്കാനോ നമ്മളെ അടുത്തൊന്നും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാൻ പാടാത്തതുകൊണ്ട് ഈ സർജറിയും കൂടി ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും കുട്ടിക്ക്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചാണ് നിന്നത്. പക്ഷെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. സർജറി വേണ്ട. ഇപ്പോൾ സാധാ ഒരു മെഡിസിൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇനി ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. എങ്കിലും ഈ ഒരു സ്പ്രേ കണ്ടിന്യൂസ് അടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂത്തിനും ടെസ്റ്റ് ചെയ്യണമെന്നാണ് ആദ്യം പറഞ്ഞത്. 2 പേർക്ക് അഡിനോയിഡിൻ്റെ സിംറ്റംസ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഇപ്പം പറഞ്ഞു വേണ്ട, കാരണം ഈ ഒരു ഇൻഫെക്ഷൻ തന്നെയായിരിക്കും അവൾക്ക് ഉള്ളതെന്ന്. അതുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം 3 മണി വരെ അവിടെ ഇരുന്നത് കൊണ്ട് ലൂക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൂക്കിനോടൊന്നൊരു ബ്രൗണി മേടിച്ചു. ഇനി ഈ ബ്രൗണിയിലാണ് വാൾനട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോകും.